ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതാണ് ചർച്ചാ വിഷയം. രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കായി. അതായത് ഒരു ലൈവ്, ഭയങ്കര ഹോട്ടായിട്ടുള്ള സെക്സി ആയിട്ടുള്ള രേണുവിൻ്റെ ഒരു ലൈവ് അതിപ്പോൾ പബ്ലിക്കായിരിക്കുകയാണ്. ആരോ ഒരാളത് കണ്ടിട്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. എന്തായാലും സംഭവം ഭയങ്കരം തന്നെയാണ് കേട്ടോ. രേണു സുധിക്കാണെങ്കിൽ എന്റെ പൊന്നോ, കിടന്നിട്ടൊന്നും പറ്റുന്നില്ല. എന്തൊക്കെയോ കാണിക്കുന്നു, ചുണ്ടൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, നാക്കൊക്കെ ഇട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. അയ്യേ, ഇവൾ ഇത്ര തരം താഴ്ന്നു പോകുന്നുള്ളത് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും വിമർശിക്കുമെങ്കിലും ഇവൾ ഇത്രത്തോളം ഒരു തരം താഴ്ന്ന ഒരു സ്ത്രീയായി പോകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം അത്രത്തോളം ഇവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഇവൾ തെളിയിച്ചു കഴിഞ്ഞു. അതായത് ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ. ആദ്യമൊക്കെ ഇവളോട് എല്ലാവർക്കും ഒരു സഹതാപമായിരുന്നു. പ്രത്യേകിച്ച് ആ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ ഇവളോട് സഹതാപമായിരുന്നു. 2 കുഞ്ഞുങ്ങളെ നോക്കണമല്ലോ. അപ്പൊ ഇവൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന രേണു സുധിക്ക് പല അവസരങ്ങളും കൊടുത്തത് അത് ഇവളോടുള്ള സ്നേഹം കൊണ്ടോ അല്ല ഇവളുടെ കഴിവ് കണ്ടിട്ടോ ഒന്നുമല്ല, ആ കലാകാരനെ ഓർത്തിട്ടാണ്. ഇവൾക്കും കുഞ്ഞുങ്ങൾക്കും ആ വീട് നൽകിയത്, ഇവൾക്കല്ല ഇവളുടെ മക്കൾക്ക് വീട് നൽകിയതും സ്ഥലം നൽകിയതും എല്ലാം. അതുപോലെ തന്നെ ഇവൾക്ക് ഒരുപാട് അവസരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിട്ടിയത് അത് ആ ഒരു കലാകാരന്റെ പേരിൽ തന്നെയാണ്. നെഗറ്റീവിലൂടെ മാത്രം എന്താ പറയാ റീച്ചിലെത്തിയ ഒരു സ്ത്രീയാണ് ഇവര്. അങ്ങനെ എങ്ങനെയോ തട്ടിമുട്ടിയൊക്കെ അവർ ബിഗ് ബോസിലെത്തി. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ അവരെത്തി. അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവര് തന്നെ കൂതറയായി. ദുബായിൽ പോകുന്നു, ബാർ ഡാൻസ് കളിക്കുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് ഇവരുടെ അധപ്പതനം തന്നെയാണ്. കാരണം ഇവർക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ കിട്ടി? നെഗറ്റീവ് റീച്ചിലൂടെ. ആരും നല്ലത് പറഞ്ഞിട്ടൊന്നും അല്ല ഇവിടം വരെ എത്തിയത്. ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ തെറി കമന്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഉൾപ്പെടെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി തുടങ്ങി. ഏകദേശം ഒരു 2000-ഓളം ആൾക്കാർ ഇവളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ എന്താണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ കണ്ടല്ലോ. ഈ ലൈവിൽ നമ്മൾ ഇപ്പൊ അവളുടെ ഒരു വീഡിയോ കണ്ടല്ലോ, അതൊക്കെയാണ് അവളത് കാണിക്കുന്നത്. കഷ്ടം തന്നെ. ഇതിലിപ്പേതം വല്ല ചുമടെടുക്കാനും വല്ല ചാണാനും ചുമക്കാൻ പോകാൻ പാടില്ല ഇവൾക്ക്. എന്നിട്ട് പറയുന്നത് എന്തോ, അയ്യോ കുട്ടികളെ നോക്കാൻ, കുടുംബം നോക്കാൻ. ഇനി ആ പേരാരെങ്കിലും പറഞ്ഞാൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരും താങ്ങിക്കൊണ്ട് നടക്കുന്നവരൊക്കെ ഇപ്പൊ എവിടെ? ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കാണുന്നില്ലേ ഇവളുടെ കഷ്ടപ്പാട്? കുട്ടികളെ നോക്കാനും കുടുംബം നോക്കാനും ഒക്കെ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ഇൻസ്റ്റഗ്രാം ലൈവിലാണ് അവളുടെ കഷ്ടപ്പാട്. ഇതൊക്കെയാണ്, ഒന്നും പറയാനില്ല. ഇനിയുണ്ട് ഇവളുടെ അപരാധ വീഡിയോകൾ. നമസ്കാരം, രേണു സുധിയാണ്. രേണു സുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. ഏത് നാറിയാണേലും, എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളെന്ത് ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? സബില് ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. എങ്ങനെ ഇരിക്കുന്നു? ഇവൾക്കെല്ലാം കാണിക്കാം, ഇവൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്ത് വൃത്തിയേട് വേണമെങ്കിലും കാണിക്കാം. പക്ഷെ അത് ആരും പറയാൻ പാടില്ല. ഇതിനെയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? നിങ്ങൾ തന്നെ പറ. ഇവളുടെ ഇമാതിരി അപരാധങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഇവളുടെ സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇവൾ എന്തോ വലിയ പരിവൃതയാണെന്നുള്ള രീതിയിലാണ് ഇവളുടെ സംസാരം. ഇവളുടെ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടല്ലോ. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ലൈവിൽ വന്ന് കിടന്നുകൊണ്ട് കാണിക്കുന്നത് ഈ അറപ്പ് തോന്നിപ്പോവാണ് ഈ ഒരു സ്ത്രീയോട്. ഇവളുടെ അച്ഛനും അമ്മയൊന്നും ഇത് കാണുന്നില്ലേ? അതായത് ഇവളുടെ അരുമയായ തങ്കച്ചൻ അച്ഛനൊന്നും ഇത് കാണുന്നില്ലേ? ഇവക്കൊരു സഹോദരി ഉണ്ടല്ലോ, സഹോദരി ഭർത്താവുണ്ടല്ലോ, അവരൊക്കെ കാണുന്നുണ്ടോ അനിയത്തിയുടെ ഈ ലീലാവിലാസങ്ങളൊക്കെ? നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണു സുധിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ?
വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ. നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചുമില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും. ഇനിയെങ്കിലും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവര് ഒന്ന് കണ്ണു തുറന്ന് ഇവളുടെ പ്രവർത്തികളൊക്കെ ഒന്ന് കാണ്. എന്നിട്ട് നിങ്ങൾ ചിന്തിക്ക്. സപ്പോർട്ട് ചെയ്യാൻ കുറെ അമ്മമാരും ചേച്ചിമാരും ഉണ്ടല്ലോ. എല്ലാരും എവിടെ പോയി? കാണുന്നില്ലേ നിക്കറ വിധവയുടെ കുൽസിതങ്ങളൊക്കെ? എന്ത് പറയാനാ. ഇവളുടെ വീട്ടുകാർക്ക് പിന്നെ ഈ ദേഹം അനങ്ങാതെ ഇങ്ങനെ തിന്നോണ്ടിരിക്കണം. അത് പണ്ട് കൊല്ലം സുതി ഉള്ളപ്പോഴും അങ്ങനെ തന്നെ. ആരും പണിക്ക് പോകത്തില്ല. കൊല്ലം സുതിയുടെ വരുമാനത്തിലാണ് ഇതുങ്ങളെല്ലാം ഉണ്ടുറങ്ങിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ രേണുസുതി ഇങ്ങനെയൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നല്ല പൈസയല്ലേ. അപ്പൊ പിന്നെ മകൾ എന്ത് കാണിച്ചാലും രേണുവിന്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെ സഹോദരിക്കോ ഒന്നും ഒരു പ്രശ്നമില്ല. അവർക്കൊക്കെ പൈസ കിട്ടിയാൽ മതി. അവർക്കൊക്കെ ഈ വേർപ്പിന്റെ അസുഖങ്ങള്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദേഹം അനങ്ങാതെ ഇങ്ങനെ തിന്നണം. അതിനിപ്പോ രേണു ഒരു മാർഗവും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻ. അതിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അഴിച്ചു കാണിച്ചാ പിന്നെ നല്ല വരുമാനമല്ലേ. അവളും കൊള്ളാം, അവളുടെ കുടുംബക്കാരും കൊള്ളാം.